പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത മുംബൈ സിറ്റി എഫ് സിയുടെ കോച്ചായിരുന്ന ഡസ് ബക്കിംഗവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം, ഡസ് ബക്കിംഗം എന്ന ഈ ഒരു കോച്ചിന്റെ കീഴിൽ മുംബൈ സിറ്റി എഫ് സി മികച്ച പ്രകടനമായിരുന്നു പുറത്തെടുത്തത്. അതിനുശേഷം ഈ ഒരു കോച്ചിനെ ഓക്സ്ഫോർഡ് എഫ് സി എന്ന ടീം സൈൻ ചെയ്യുകയായിരുന്നു. ഈ ഒരു കോച്ചിന്റെ കീഴിൽ ആ ഒരു ക്ലബ്ബ് ചാമ്പ്യൻസ് ആവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇപ്പോൾ ഡസ് ബക്കിംഗത്തിനെ വെയിൽസ് നാഷണൽ ടീമിന്റെ കോച്ചായിട്ട് ക്ഷണിച്ചിരിക്കുകയാണ്. നിലവിൽ വെയിൽസ് നാഷണൽ ടീമിന്റെ കോച്ചിനെ പുറത്താക്കിയതിനു ശേഷം ഡസ് ബക്കിംഗത്തിനെ കോച്ചായിട്ട് നിയമിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വാർത്ത നിരവധി മാധ്യമങ്ങളൊക്കെയായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് അല്പം ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ്. നമുക്കറിയാം, വരുന്ന ജൂലൈ 27-നാണ് ഡ്യൂറന്റ് കപ്പ് ആരംഭിക്കുന്നത്. അതിൽ പല ടീമുകളുടെയും മെയിൻ ടീമാണോ അതോ ബി ടീമാണോ ഇറങ്ങുന്നത് എന്ന് പലരുടെയും സംശയമായിരുന്നു. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പ് സിയിലാണ് ഉള്ളത്. തീർത്തും ശക്തരായിട്ടുള്ള ടീമുകളുള്ള ഒരു ഗ്രൂപ്പിൽ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ്, മുംബൈ സിറ്റി എഫ് സി, പഞ്ചാബ് എഫ് സി, CISF എന്ന ടീമാണ് ഗ്രൂപ്പ് സിയിലുള്ളത്. ഇതിൽ ബ്ലാസ്റ്റേഴ്സിന് ആശ്വാസം നൽകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുംബൈ സിറ്റി എഫ് സിയുടെ ബി ടീമായിരിക്കും ഡ്യൂറന്റ് കപ്പിൽ ഇറങ്ങിയേക്കുക. ബ്ലാസ്റ്റേഴ്സ് അവിടെ നേരത്തെ തന്നെ പ്രീ സീസൺ എല്ലാം ആരംഭിച്ച ഒരു ടീം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്യൂറന്റ് കപ്പിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് കുറച്ച് മാച്ച് എക്സ്പീരിയൻസ് ഉള്ളത് ടീമിന് എന്തുകൊണ്ടും ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഇതുവരെ ഡ്യൂറന്റ് കപ്പിലെ ഫിക്സ്ചേഴ്സ് ഒന്നും പുറത്തു വന്നിട്ടില്ല. മറ്റൊരു കാര്യം, നാളെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പ്രീ സീസൺ മത്സരം ഉണ്ടായേക്കും. ഉച്ച കഴിഞ്ഞ് 2:30 മത്സരം ആരംഭിക്കുക. എസാൻ പട്ടായ എന്ന ടീമിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ നേരിടുക. മാത്രമല്ല, ഈ ഒരു മത്സരം നടക്കുന്നത് ക്ലോസ്ഡ് ഡോർ സ്റ്റേഡിയത്തിലായിരിക്കും. മത്സരത്തിന്റെ ലൈവ് ടെലികാസ്റ്റ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവ് തന്നെയാണ്. ഒരുപക്ഷെ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരിക്കും ഉണ്ടാവുക. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.